പൊറോട്ട ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണേ. അപ്പോൾ ആദ്യം വേണ്ടത് ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ട കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടുണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. ഒരുപാട് സമയം ഇളക്കി അതിനെ മൊരിച്ചെടുക്കരുത്, ഒന്നങ്ങ് സ്ക്രാമ്പിൾ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി അതിനെ ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. സെയിം പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ചുകൂടി ബട്ടർ ചേർത്ത് അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു പച്ചമുളകും കൂടി ചേർത്ത് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്നങ്ങ് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. പാലും കൂടി ചേർത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് വരും കേട്ടോ. കോൺഫ്ലവർ ആയതുകൊണ്ടാണ്. ഇനി ഉണ്ടല്ലോ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആ ഒരു മിക്സിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ എഗ്ഗില്ലേ, മുട്ട നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചത്, അത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൊറോട്ടയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു പൊറോട്ട ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനിയുണ്ടല്ലോ പൊറോട്ട ചേർത്തതിന് ശേഷം ഒത്തിരി സമയം ഇതിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്നങ്ങ് പൊറോട്ട ഈ ഒരു മുട്ടയിലൊന്ന് മിക്സ് ആവുന്ന വരെ ഇളക്കി കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചതച്ച മുളകില്ലേ, ക്രഷ്ഡ് ചില്ലി, അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊക്കെ ചെയ്തെടുക്കുമ്പോണ്ടല്ലോ ലോ ഫ്ലെയിമിൽ വേണം വെച്ചിട്ട് ചെയ്തെടുക്കാനായിട്ട്. കാരണം അതിലുണ്ടായിരുന്ന നേരത്തെ ആ ഗ്രേവി ഫുള്ളായിട്ട് വറ്റി പോവാതെ ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ അതാ എല്ലാം കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.